ഇപ്പം എനിക്ക് തോന്നി ഇനി എനിക്ക് ഈ സമാജത്തിന് എന്തെങ്കിലും ഒന്ന് കാണാവുന്ന ചെയ്തിട്ട് പോകണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ ശ്രമിച്ചതാണ് ഈ ഗ്രന്ഥശാല. ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മുടെ മനസ്സിൽ ഒരാശയം പതിയണമെങ്കിൽ നമ്മൾ ആ ഗ്രന്ഥം തന്നെ വായിച്ച് മനസ്സിൽ പതിയണം. വായന ഒരിക്കലും നിൽക്കാൻ പോകുന്നില്ല. പുതിയ മാധ്യമങ്ങളിൽ കൂടി മനുഷ്യർ വായിക്കുമെങ്കിലും വായനയായിട്ട് തന്നെ തുടരും. അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചത് ഇനി ഇങ്ങനെ ഒരു ഗ്രന്ഥശാല സ്വന്തമായി ഉണ്ടാക്കി ആർക്കെങ്കിലും ഏത് വിഷയത്തെക്കുറിച്ച് സംശയം വന്നാലും തീർക്കാൻ ഇവിടെ വരണം. അക്ഷരങ്ങളെയും പുസ്തകങ്ങളെയും സ്നേഹിക്കുന്ന അധ്യാപകൻ തന്റെ നാടിനു വേണ്ടി കരുതി വെച്ച ഏറ്റവും വലിയ സമ്മാനമാണ് അദ്ദേഹത്തിന്റെ വീടിനോട് ചേർന്ന് തയ്യാറാക്കിയ ഒരു കൊച്ചു ഗ്രന്ഥാലയം. ആലക്കോടിന്റെ TK ഗോപാലൻ മാസ്റ്ററാണ് നാട്ടുകാർക്ക് പ്രയോജനപ്പെടണം എന്ന വലിയ മനസ്സോടെ ഈ അറിവിന്റെ ലോകം സ്വന്തം വീട്ടിൽ നിർമ്മിച്ചത്. അച്ഛൻ പകർന്നു തന്ന ആ വായനാ സംസ്കാരം നെഞ്ചിലേറ്റി മകനും ഇന്ന് പുസ്തകങ്ങൾ ശേഖരിച്ചും വായിച്ചും അച്ഛന് കൂട്ടായി ഒപ്പമുണ്ട്. വായനാ ദിനത്തിൽ അച്ഛനും മകനും ചേർന്നൊരുക്കിയ ഈ മനോഹരമായ അക്ഷരമുറിയുടെ വിശേഷങ്ങളിലേക്ക്. ഹിമാലയത്തിലെ കാര്യങ്ങളെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. ഭാരതത്തിൻ്റെ ദർശനങ്ങളെന്ന് പറഞ്ഞാൽ ഓരോരുത്തർ ന്യായ ദർശനം, വേദാന്ത ദർശനം, പുതിയ നിയമവും ബൈബിളിൽ 2 നിയമങ്ങളുണ്ട്, പുതിയ നിയമവും പഴയ നിയമവും. മലയാളത്തിൽ നമുക്ക് ഖുർആൻ വായിച്ച അർത്ഥം മനസ്സിലാക്കാൻ കഴിയും. മറ്റൊന്നാണ് നമ്മുടെ ബൈബിൾ, പുതിയ നിയമം. ഇത് പുതിയ നിയമമാണ്. ശാസ്ത്രം മുഴുവൻ അംഗീകരിച്ച ജ്ഞാനത്തിൻ്റെ ഭണ്ഡാകാരമാണ് ഭഗവത്ഗീത. മറ്റൊരു പുസ്തകമാണ് ആലക്കോടിൻ്റെ തപ്രൻ. ഞാൻ തന്നെ എഴുതുകയാണ്, CK മാഷ് എഴുതുകയാണ്. വളരെ ചുരുക്കി എല്ലാമായ ആലക്കോടിനെ കോഴിക്കോടാക്കാൻ സ്വന്തം ധനവും ബുദ്ധിയും എല്ലാം ഉപയോഗിച്ച വലിയൊരു മഹാരാജാവാണ് ആലക്കോടിൻ്റെ തമ്പുരാൻ, PR രാമവർമ്മരാജൻ. ഞാൻ 19 വയസ്സുള്ളപ്പോൾ ഇവിടെ വന്നു. അദ്ദേഹവുമായിട്ടാണ് ഞാൻ ആദ്യം ബന്ധപ്പെട്ടത്. എന്നെ ഒരു മകനെ പോലെ സ്നേഹിച്ച് അറിവ് എനിക്ക് പകർന്നു തരുന്നതിന് എൻ്റെ ഗുരുനാഥനായി എല്ലാം തന്ന വലിയൊരു മനുഷ്യൻ. ഇന്ന് കേരളത്തിൽ അത്രയും വലിയൊരു മനുഷ്യനുണ്ടായിട്ടുണ്ടോ എന്ന് സംശയമാണ്. കാരണം ഇന്ന് കേരളത്തിലെ വികസിത കാര്യങ്ങൾ മുഴുവൻ അത് ഭാവനയെ കണ്ടത്, കണ്ണൂർ ജില്ലയുടെ വികസനം ഭാവനയെ കണ്ടതിൽ പ്രവർത്തിച്ച മാന്യനാണ് ശ്രീ ആലക്കോട് തമ്പുരാൻ. ആലക്കോടിൻ്റെ വികസനം മാത്രമല്ല, ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ ഹൈവേ ആണ് മലയോര ഹൈവേ. അത് അദ്ദേഹത്തിൻ്റെ ഭാവനയായിരുന്നു. കണ്ണൂരുള്ള പല സ്കൂളുകളും കോളേജുകളും പോയി അവിടെ പോയി സംഘടിപ്പിച്ചിട്ടുണ്ട്. അത്രയും വലിയ അദ്ദേഹത്തിനെ ആരും ഇപ്പം ശരിക്കും അറിയുന്നില്ല അദ്ദേഹത്തിൻ്റെ കഴിവെന്താണ്. വലിയൊരു മനുഷ്യൻ. 15,000 ഏക്കർ സ്ഥലം അദ്ദേഹം ജനങ്ങൾക്ക് വേണ്ടി സമ്പാദിച്ച് ലാസ്റ്റ് കടം കയറി. ജനങ്ങൾ വേണ്ട വിധത്തിലുള്ള വർക്ക് നടക്കാതെ കടം കയറി നഷ്ടപ്പെട്ടു പോയി. മുഴുവൻ ഭൂമിയും പോയി. ഇപ്പം ചെറിയൊരു സ്ഥലമേ ഉള്ളൂ അദ്ദേഹത്തിൻ്റെ എല്ലാമാണ്. അതുകൊണ്ടാണ് ആലക്കോടുകാർ ഒരിക്കലും മറക്കരുതാത്ത ആലക്കോടിൻ്റെ തമ്പുരാൻ. ഇത് ഞാൻ പെട്ടെന്ന് എഴുതി ഒരു 3-4 മാസം കൊണ്ട് എഴുതിയ പുസ്തകമാണ്. ഇത് അദ്ദേഹത്തിൻ്റെ ഒരു ഫോട്ടോയാണ്. ഞാൻ 1962 ആലക്കോട് വരുന്നത്. ജീവിതത്തിൽ ആദ്യമായി പ്രീ യൂണിവേഴ്സിറ്റിക്ക് തോറ്റപ്പോഴാണ് ഇനി ഞാൻ പഠിക്കുന്നില്ല എന്ന് വിചാരിച്ച് 19 വയസ്സുള്ളപ്പോൾ വന്നു. അന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട തൊഴിൽ അധ്യാപക വൃത്തിയായിരുന്നു, അല്ലെങ്കിൽ നേഴ്സ്. അതിലേക്ക് അന്ന് നേഴ്സാകാൻ പോകാൻ സാഹചര്യമില്ല. അന്ന് മുതൽ എനിക്കൊരു ആഗ്രഹമായിരുന്നു പരമാവധി മനുഷ്യർക്ക് എന്തെങ്കിലും ഉപകാരം ചെയ്യണം. അത് തികച്ചും പണം ഉണ്ടാക്കുന്ന കാര്യമല്ല, അവരെ ബുദ്ധിപരമായി ആത്മീയപരമായി ഉയർത്തണം. അതിനുവേണ്ടി ശ്രമങ്ങൾ ഏതാണ്ട് 70 കാലം മുതൽ ഇപ്പോൾ വരെ ഈ 84-ാം വയസ്സ് വരെ ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. തകർന്ന ക്ഷേത്രങ്ങൾ പുനരുദ്ധരിക്കുക, പിന്നെ ഈ സംശയങ്ങളുള്ളവർക്ക് ക്ലാസ് എടുത്തു കൊടുക്കുക. ഇതായിരുന്നു കൂടെ ഈ സനാതനധർമ്മ ക്ലാസ്. ഏതാണ്ട് 10 കിലോമീറ്റർ ദൂരെ വരെ നടന്നും പോയി എടുത്തിട്ടുണ്ട്. 68-70 കാലം മുതൽ ഞാൻ ക്ലാസ് എടുക്കുമായിരുന്നു. ആർക്ക് ഏത് സംശയവും ആ സമയത്ത് ചോദിക്കാം. പ്രഭാഷണം നടത്തുകയാണെങ്കിൽ ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂർ കഴിയുമ്പോൾ ഞാൻ വ്യക്തമായി എൻ്റെ ഫോൺ നമ്പർ കൊടുത്തിട്ട് പറയും,
നിനക്ക് സംശയങ്ങൾ ചോദിക്കണം. അങ്ങനെ ചോദിക്കാനുള്ള അവസരം കൊടുത്ത് വളർന്നു വന്നു. ഇപ്പം എനിക്ക് ക്ലാസ്സൊക്കെ നിർത്തി. ഇപ്പം എനിക്ക് തോന്നി ഇനി എനിക്ക് ഈ സമാജത്തിന് എന്തെങ്കിലും ഒന്ന് കാണാവുന്ന ചെയ്തിട്ട് പോകണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ ശ്രമിച്ചതാണ് ഈ ഗ്രന്ഥശാല. അപ്പോൾ അത് ഇന്ന് വായന എല്ലാവരും ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിലും എന്ത് ഫോണും എന്ത് സൗകര്യവും ഉണ്ടെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മുടെ മനസ്സിൽ ഒരാശയം പതിയണമെങ്കിൽ നമ്മൾ ആ ഗ്രന്ഥം തന്നെ വായിച്ച് മനസ്സിൽ പതിയണം. അല്ലാതെ വേറെ ഒന്നുകൊണ്ട് അത് കിട്ടില്ല. ആസ്വദിക്കാൻ കഴിയണമെങ്കിൽ ഗ്രന്ഥം തന്നെ വായിക്കണം. തിരിച്ചും മറിച്ചും നോക്കി പഠിച്ചാൽ നമ്മുടെ മനസ്സിൽ നമുക്ക് അവിടെ ഒരു ചർച്ച വരെ നടത്താൻ പറ്റും പുസ്തകം വായിക്കുമ്പോൾ. അതാണ് പുസ്തകത്തിൻ്റെ ഒരു ഗുണം. പിന്നെ ഇനി പുസ്തക വായന ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും വായന ഒരിക്കലും നിൽക്കാൻ പോകുന്നില്ല. പുതിയ മാധ്യമങ്ങളിൽ കൂടി മനുഷ്യർ വായിക്കുമെങ്കിലും വായനയായിട്ട് തന്നെ തുടരും. എന്തൊക്കെ അറിവാണ് നമ്മൾ ഒരു ജീവിതകാലം കൊണ്ട് അറിവിൻ്റെ ഒരു കോടാനുകോടി അണുക്കൾ മാത്രമേ നമുക്ക് കിട്ടാൻ പോകും. പക്ഷേ ഇന്നത്തെ സമാജത്തിൻ്റെ ഏറ്റവും വലിയ സങ്കടം ഒരു കാര്യവും അവർ വായിക്കാൻ തയ്യാറില്ല. പുസ്തകങ്ങൾക്ക് അവിടെ ആവശ്യമില്ല. പുസ്തകങ്ങളെ അവർ സ്നേഹിക്കുന്നില്ല. ഗ്രന്ഥപാരായണം എന്ന് പറയുന്നത് അവരുടെ മനസ്സിൽ നിന്ന് വിട്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് എളുപ്പത്തിൽ കാര്യം സാധിക്കുന്നതിന് വേണ്ടി. പക്ഷേ അവരുടെ മനസ്സിൽ തങ്ങി നിൽക്കണമെങ്കിൽ ഗ്രന്ഥങ്ങൾ തന്നെ വായിക്കണം. അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചത് ഇനി ഇങ്ങനെ ഒരു ഗ്രന്ഥശാല സ്വന്തമായി ഉണ്ടാക്കി ആർക്കെങ്കിലും ഏത് വിഷയത്തെക്കുറിച്ച് സംശയം വന്നാലും തീർക്കാൻ ഇവിടെ വരണം. സാഹിത്യ ഗ്രന്ഥങ്ങളുണ്ട്, പദ്യങ്ങളുണ്ട്, എല്ലാ വിഷയങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യാവുന്ന പുസ്തകങ്ങളുണ്ട്. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ മുതൽ എല്ലാ തത്വങ്ങളെക്കുറിച്ചും ഗ്രന്ഥങ്ങൾ ഇവിടെ നമ്മൾ സൂക്ഷിച്ചിട്ടുണ്ട്. അത് വന്ന് പഠിക്കുക തന്നെയല്ല, ഒരു ദിവസം ഇനി ഇവിടെ കിടക്കണമെങ്കിൽ കിടക്കാനുള്ള സൗകര്യം കൊണ്ട് ബെഡ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ടോയ്ലറ്റ് മാത്രം ആക്കിയില്ല, കാരണം പഠിക്കാതെ കിട്ടാനുണ്ട്. ഒരു ദിവസം താമസിച്ച് ഇവിടെ പഠിക്കാൻ കഴിയും. പുസ്തകങ്ങൾ കൊടുത്തു വിടുക എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ ഒരു പുസ്തകം നഷ്ടപ്പെട്ടു പോയത് കൊണ്ടാണ് പുസ്തകങ്ങൾ ഇനി നമ്മൾ കൊടുത്തു വിടാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ വന്ന് വായിക്കട്ടെ. അവർക്ക് ഭക്ഷണം വേണേൽ ഭക്ഷണം വരെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കും. വായിക്കണം, വളരണം, വായിച്ചു വളരണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ ഒത്തിരി വായിച്ചിട്ട് അല്ലെങ്കിൽ സംശയമുള്ളത് മുഴുവൻ തീർക്കാൻ ഞാൻ ഗ്രന്ഥങ്ങളെയാണ് തേടാറുള്ളത്. ആ ഗ്രന്ഥങ്ങളിൽ നിന്ന് കിട്ടിയ അറിവ് മാത്രം ആചാര്യയിൽ നിന്നോ ഗ്രന്ഥങ്ങളിൽ നിന്നോ അത്രയും വിശിഷ്ടമായ അറിവുകളെ മാത്രമേ ഞാൻ പ്രഭാഷണ വിഷയമാക്കാറുള്ളൂ. അതിനെപ്പറ്റി ആർക്ക് വേണേലും ചോദിക്കുകയും ചെയ്യാം. എനിക്ക് ഉത്തരം അറിയില്ലെങ്കിൽ അന്വേഷിച്ച് പിടിച്ച് പറഞ്ഞു കൊടുക്കും. അതിനാണ് ഈ സ്ഥാപനം ഞാൻ ലാസ്റ്റായിട്ട് ഇങ്ങനെ ഒരു മാധ്യമം കണ്ടത്. അത് ഏതാണ്ട് ഇപ്പം അതിന് വലിയ വില കിട്ടുന്നില്ലെങ്കിലും നാളെ ഇതിന് വലിയൊരു വിലയും ഉണ്ടാകും. കാരണം ഒരു തർക്ക വിഷയം വന്നാൽ നമ്മൾ സാധാരണ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞ് സമൂഹങ്ങൾ തമ്മിൽ തല്ലിക്കുക. അത് യാഥാർത്ഥ്യം എന്താണെന്ന് ഈ പറയുന്നവരോ കേൾക്കുന്നവരോ ശ്രദ്ധിക്കാറില്ല. അത് അവർക്ക് കിട്ടണമെങ്കിൽ അവരിരുന്ന് ഗ്രന്ഥങ്ങൾ വായിക്കണം. എൻ്റെ ജീവിതത്തിലെ വലിയൊരാഗ്രഹമായിരുന്നു ഇത്. അത് സാക്ഷാത്കരിക്കാൻ കഴിഞ്ഞു. ഒരു വീട്ടിലും മറന്നു പോകുന്നതാണ് നമ്മുടെ മാതാപിതാക്കൾ. ഈ സുന്ദരമായ ലോകം, ഈ ലോകം എന്ന് പറയുന്നത് നമ്മളാണ് വഷളാക്കിയത്. ഇത്രയും ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമേ ഇല്ല ഭൂമി. അത് വഷളാക്കുന്നത് മുഴുവൻ നമ്മളാണ്. അപ്പോൾ ഈ സുന്ദരമായ ലോകത്തിൽ ജീവിക്കാനുള്ള അവസരം തന്നത് നമ്മുടെ മാതാപിതാക്കളാണ്. അവരെ നമ്മൾ ഒരിക്കലും മറക്കാൻ മാതാ പിതാ ഗുരു ദൈവം എന്നാണ് ശാസ്ത്രം. അത് തികച്ചും ശരിയാണ്. ഇവർ കഴിഞ്ഞു ഉള്ള ദൈവം, ഇവർ ദൈവങ്ങളാണ്. അത് ഭാരതശാസ്ത്രമാണ്. അതുകൊണ്ടാണ് ഈ ഒരു പ്രസ്ഥാനം ഞാൻ എൻ്റെ മാതാപിതാക്കളുടെ പാദങ്ങളിൽ സമർപ്പിച്ചത്. ഇതേപോലെ കൂടുതലായിട്ട് മേടിക്കാനുള്ള ഒരു കാരണം എന്താ വെച്ചാൽ മാതൃഭൂമിയിൽ ഒരു 2010 ഒരു വാർത്ത കണ്ടു. ഒരു വൈദ്യർ നിരവധിയായിട്ടുള്ള പുസ്തകങ്ങൾ അദ്ദേഹം കൊടുക്കുകയാണ്, ആർക്കെങ്കിലും വേണമെങ്കിൽ എടുക്കണമെന്നുണ്ട്. അങ്ങനെ ഞാൻ വൈദ്യരുടെ അടുത്ത് 2-3 തവണ പോയി പുസ്തകങ്ങളെല്ലാം നോക്കുകയും കാണുകയും ആ പുസ്തകത്തോടുള്ള താല്പര്യം മാത്രമല്ല, വളരെ റയറായിട്ടുള്ള സംസ്കൃതം ആയിട്ടുള്ള മൂലഗ്രന്ഥങ്ങൾ, ഭാഗവതത്തിൻ്റെ ആണെങ്കിലും അതേപോലെ ഈ ആയുർവേദമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിലും പുരാണമായിട്ടുള്ള ഗ്രന്ഥങ്ങളും അതുപോലെ അല്ലാത്ത ഗ്രന്ഥങ്ങളാണെങ്കിലും നിരവധിയായിട്ടുള്ള ഗ്രന്ഥങ്ങൾ അവിടെ കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ എടുക്കണം തോന്നി. അദ്ദേഹം അന്നത്തെ കാലത്ത് 2010 1 ലക്ഷം രൂപ വില പറഞ്ഞ് അന്ന് പറഞ്ഞപ്പോൾ അത് അന്നെടുത്തതാണ് ഈ പുസ്തകങ്ങൾ.
അല്ലെങ്കിൽ നല്ലൊരു പങ്കും. പിന്നെ അല്ലാതെയും പുസ്തകങ്ങൾ കുറേ ശേഖരിച്ച പുസ്തകത്തോടുള്ള ഒരു താല്പര്യം പണ്ട് മുതലേ ഉണ്ടായിരുന്നു. പുസ്തകം പക്ഷേ പുസ്തകങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അറിവിൻ്റെ ഒരു കേദാരം തന്നെയാണ് പുസ്തകങ്ങൾ. ഏതൊരു കാര്യം സംശയം തോന്നിയാൽ നമുക്ക് പെട്ടെന്ന് എടുത്തു നോക്കാൻ പറ്റുന്ന റെഫറൻസ് ആയിട്ടുള്ള ഈ പുസ്തകങ്ങൾ നിരവധിയായിട്ടുള്ള പുസ്തകങ്ങൾ, പ്രത്യേകിച്ച് സംസ്കൃത ഗ്രന്ഥങ്ങൾ തന്നെയാണ് കൂടുതലായിട്ടുള്ളത്. ഈ താഴെ കാണുന്ന എല്ലാം ഒരു 40കളിലും 50കളിലൊക്കെ ഉള്ള പുസ്തകങ്ങളാണ് കൂടുതലായിട്ടും ഉള്ളത്. കാണാൻ സാധിക്കും അത്രയും പഴക്കം ചെന്ന പുസ്തകങ്ങളാണ് കൂടുതലായിട്ടുള്ളത്. അപ്പം എനിക്ക് തോന്നി ആ പുസ്തകങ്ങളൊന്ന് ശേഖരിക്കണം. ഈ വ്യാസമഹാഭാരതം തന്നെയാണിത്. ഇതിപ്പോൾ നോക്കുമ്പോൾ അറിയാം കുറേ പഴക്കമുള്ള പുസ്തകങ്ങളാണ്. ഇതുണ്ടോ 71 കാലഘട്ടത്തിൽ, ഇപ്പം പഴക്കം എത്രയുണ്ട്. അപ്പം അതേപോലെയാണ്. അപ്പം ഇതിനോടുള്ളൊരു താല്പര്യമാണ് പ്രധാനമായിട്ട് ഈ പഴയ പുസ്തകങ്ങൾ ശേഖരിച്ച് വയ്ക്കാനുള്ളൊരു താല്പര്യം. പക്ഷേ അന്നത്തെ കാലത്തൊന്നും ഈ യൂട്യൂബ് അല്ലെങ്കിൽ നമ്മൾ ഈ യൂട്യൂബിലൂടെ നമുക്ക് നോക്കി കാര്യങ്ങൾ മനസ്സിലാക്കാം, അല്ലെങ്കിൽ നമുക്ക് സെർച്ച് ചെയ്യാൻ പറ്റുന്ന അന്നത്തെ സിസ്റ്റങ്ങളൊന്നും ഇല്ലാത്തൊരു കാലത്ത് തോന്നിയിരുന്ന ഈ പുസ്തകങ്ങൾ ഇതാണ്. ഇപ്പോൾ ഒരു ആഗ്രഹമുള്ളത് ഈ പുസ്തകങ്ങളെല്ലാം ഒന്ന് ഡിജിറ്റലൈസ് ചെയ്ത് വെച്ചാൽ കൊള്ളാമെന്ന് ഒരു ആഗ്രഹമുണ്ട്. എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങളെന്ന് അറിയത്തില്ല. എന്നുവെച്ചാൽ ഇതെല്ലാം കുറച്ചുകൂടെ കാലാന്തരത്തിൽ ഇതെല്ലാം പോകാൻ ഉള്ള സാധ്യതകളും കാണുന്നുണ്ട്. ഇതിൽ പുസ്തകങ്ങൾ നമുക്ക് വായിക്കുക, പുതിയ തലമുറയെ പുസ്തകങ്ങൾ കൂടുതൽ പരിചയപ്പെടുത്തുക എന്നുള്ളതുകൊണ്ട് ഒരു മനസ്സിലൊരു ആഗ്രഹം